2016 മുതൽ ഇതുവരെ നമുക്ക് ആത്മീയ നേതൃത്വം നൽകി സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി നിറഞ്ഞു നിന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ അലിക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. അലിക്കുട്ടി ഉസ്താദ് ഒരു സാധാസീത മനുഷ്യനല്ലല്ലോ, എത്രയോ സമുന്നതമാക്കപ്പെട്ട ആത്മീയ മേഖലയിൽ വിരാജിച്ച വ്യക്തിത്വമാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, 2016 മുതൽ 2026 നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതുവരെ സമസ്തയെ നയിച്ചിട്ടുള്ളതാകുന്ന ഉന്നതനായ വ്യക്തിത്വമാണ്, ജനറൽ സെക്രട്ടറിയായി നിലകൊണ്ടവരാണ്. മാത്രമല്ല 2003 മുതൽ 2006 വരെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റേതാകുന്ന റിക്രൂട്ട്മെന്റിലേക്ക് വരികയും 2006 മുതൽ 2009 വരെ അതിൽ ചെയർമാനായി നേതൃത്വം കൊടുക്കുകയും ചെയ്തവരാണ്. മാത്രമല്ല റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി എന്നറിയപ്പെടുന്ന ലോക വലിയ ഉന്നതമാകുന്ന ഫിഖ് കൗൺസിൽ ഉണ്ട്, പണ്ഡിതന്മാരുടെ ആത്മീയ നേതൃത്വം. അതിൽ അംഗത്വമുള്ള വ്യക്തിത്വമാണ്. ഉന്നതനാകുന്ന സമുന്നതരായ പണ്ഡിതന്മാരിൽ വിവിധ ഭാഷകൾ കഴിവുറ്റ രീതിയിൽ ജനങ്ങളിലേക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പറ്റുന്ന നിലയ്ക്ക് നിലകൊണ്ടതായ ആലിമീങ്ങളിൽ എടുത്തു പറയാൻ പറ്റുന്നതായ സമുന്നതനായ ആലിമായിരുന്നു ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ്. അവരുടെ വിടവ് നമുക്ക് നികത്താൻ പറ്റാത്തതാണ്. അല്ലാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. ഇതേപോലെ ആലിമീങ്ങളുടെ വഫാത്ത് എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും സമുന്നതരായ പണ്ഡിതന്മാർ വിടവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇൽമിനെ ഉയർത്തപ്പെടുക അവസാന കാലഘട്ടത്തിൽ എന്ന് നബിതങ്ങൾ പറഞ്ഞതിന്റെ വിവക്ഷത. ആലിമീങ്ങളെ മരിപ്പിക്കണം. 2016 മുതൽ ഇതുവരെ നമുക്ക് ആത്മീയ നേതൃത്വം നൽകി സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി നിറഞ്ഞു നിന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ അലിക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. അലിക്കുട്ടി ഉസ്താദ് ഒരു സാധാസീത മനുഷ്യനല്ലല്ലോ, എത്രയോ സമുന്നതമാക്കപ്പെട്ട ആത്മീയ മേഖലയിൽ വിരാജിച്ച വ്യക്തിത്വമാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, 2016 മുതൽ 2026 നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതുവരെ സമസ്തയെ നയിച്ചിട്ടുള്ളതാകുന്ന ഉന്നതനായ വ്യക്തിത്വമാണ്, ജനറൽ സെക്രട്ടറിയായി നിലകൊണ്ടവരാണ്. മാത്രമല്ല 2003 മുതൽ 2006 വരെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റേതാകുന്ന റിക്രൂട്ട്മെന്റിലേക്ക് വരികയും 2006 മുതൽ 2009 വരെ അതിൽ ചെയർമാനായി നേതൃത്വം കൊടുക്കുകയും ചെയ്തവരാണ്. മാത്രമല്ല റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി എന്നറിയപ്പെടുന്ന ലോക വലിയ ഉന്നതമാകുന്ന ഫിഖ് കൗൺസിൽ ഉണ്ട്, പണ്ഡിതന്മാരുടെ ആത്മീയ നേതൃത്വം. അതിൽ അംഗത്വമുള്ള വ്യക്തിത്വമാണ്. ഉന്നതനാകുന്ന സമുന്നതരായ പണ്ഡിതന്മാരിൽ വിവിധ ഭാഷകൾ കഴിവുറ്റ രീതിയിൽ ജനങ്ങളിലേക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പറ്റുന്ന നിലയ്ക്ക് നിലകൊണ്ടതായ ആലിമീങ്ങളിൽ എടുത്തു പറയാൻ പറ്റുന്നതായ സമുന്നതനായ ആലിമായിരുന്നു ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ്. അവരുടെ വിടവ് നമുക്ക് നികത്താൻ പറ്റാത്തതാണ്. അല്ലാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. ഇതേപോലെ ആലിമീങ്ങളുടെ വഫാത്ത് എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും സമുന്നതരായ പണ്ഡിതന്മാർ വിടവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇൽമിനെ ഉയർത്തപ്പെടുക അവസാന കാലഘട്ടത്തിൽ എന്ന് നബിതങ്ങൾ പറഞ്ഞതിന്റെ വിവക്ഷത. ആലിമീങ്ങളെ മരിപ്പിക്കണം.